മലപ്പുറത്ത് നിന്ന് 22കാരനെ കാണാതായതിൽ ദുരൂഹത സംശയിച്ച് കുടുംബവും സുഹൃത്തുക്കളും പാങ് സ്വദേശി മുഹമ്മദ് ഇജാലിനെ കാണാതായിട്ട് ഒരു മാസം തികയുകയാണ്. ആയുധങ്ങളുമായി എത്തിയൊരു സംഘം ആക്രമിക്കാൻ തുനിഞ്ഞപ്പോൾ യുവാവ് ഓടി രക്ഷപ്പെട്ടതാണെന്നാണ് സുഹൃത്ത് 24-നോട് പറയുന്നത്. ആർപ്പോടിൽ ഡിസംബർ 5-ന് രാത്രിയിൽ കാണാതായ മുഹമ്മദ് ഇജിലാനെ കുറിച്ച് പിന്നീട് ഇതുവരെ ഒരു വിവരവുമില്ല. 5-ന് രാത്രി യുവാവും സുഹൃത്തും ബൈക്കിൽ സഞ്ചരിക്കുമ്പോൾ 10ഓളം വരുന്ന ആളുകൾ മറ്റൊരു വാഹനത്തിലെത്തി ബൈക്കിൽ ഇടിപ്പിക്കുകയായിരുന്നു. ഇവരിൽ നിന്നും ഓടി രക്ഷപ്പെട്ട ഇജിലാനെ പിന്നീട് ആരും കണ്ടിട്ടില്ല. ആയുധങ്ങളുമായാണ് സംഘം എത്തിയത് എന്ന സുഹൃത്ത് 24-നോട് പറഞ്ഞു. അവൻ്റെ വീട്ടിൽ എൻ്റെ അടുത്തേക്ക് വന്നിരുന്നു. പിന്നെ അവിടെ തിരിച്ചു പോകുമ്പോഴാണ് കുറേ ബൈക്കുമ്പോൾ ആൾക്കാർ വന്നിട്ട് ഞങ്ങളെ ബൈക്കിന് തട്ടി. അപ്പോൾ ആ ടൈമിൽ അവൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഓടി രക്ഷപ്പെടുന്നത്. അല്ലാന്ന് വെച്ചെങ്കിൽ ഇവരെ ഈ വന്ന ആളുകളെ കയ്യിൽ കുറേ ആയുധങ്ങളും വടിയും കത്തും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഗണ്ണൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞിട്ട് കറക്റ്റ് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അവരെ കൂടെ വന്നേക്കിന് ഇപ്പോൾ ഇറങ്ങി പോവുകയത്. പിന്നെ അതിന് ശേഷം ഒരു മുക്കാൽ മണിക്കൂറോളം അവൻ്റെ ഫോൺ ഓണാണ്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അവൻ്റെ ഫോൺ ഓഫാണ്. ഇതുവരെ ഓണായിട്ടില്ല. യുവാവിന് സൗഹൃദമുള്ള യുവതിയുടെ വീട്ടുകാർ ഈ ബന്ധത്തെ എതിർത്തിരുന്നു. യുവതിയുടെ ബന്ധുക്കളുമായി ബന്ധപ്പെട്ട സംഘമാണ് ആക്രമിക്കാൻ എത്തിയത് എന്നും സുഹൃത്ത് പറയുന്നു. കുടുംബത്തിന്റെ പരാതിയിൽ കൊളത്തൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. 24 മലപ്പുറം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.